ശ്രീ എൻ ശ്രീകുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീകുമാർ, ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. നമുക്കറിയാം, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അൻവറെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് മുന്നോട്ട് പോവുക, ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തെയൊക്കെ അതിരൂക്ഷമായി വിമർശിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തപ്പോൾ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു അൻവറിനോടൊപ്പം. മണ്ഡലത്തിലും ഒരു പരിധിവരെ അൻവറിന് സ്വാധീനമുണ്ടെങ്കിൽ പോലും ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം ആ സ്വാധീനം എത്രത്തോളം പവർഫുള്ളാണ് എന്നത് വ്യക്തമായതാണ്. ഉദ്ദേശിച്ച തരത്തിലൊന്നും വോട്ട് നേടാനൊന്നും അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുമില്ല. ഒറ്റയ്ക്ക് നിന്നാൽ അധികകാലം മുന്നോട്ട് പോകാൻ അൻവറിനും സാധിക്കില്ല. അപ്പോൾ ഒരു അഭയം ആരെങ്കിലും നൽകേണ്ടതുണ്ട്. അതിന് ഏറ്റവും പറ്റുന്ന അവസരം എന്നത് കോൺഗ്രസ് ആണ് എന്ന് അൻവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഒരു അവശ്യ ഘടകമാണോ താങ്കളുടെ നിരീക്ഷണത്തിൽ? അല്ലെ, ഡൽഹിയിലെ AICCയുടെ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ഈ വാർത്ത പറയുന്നത്. അതെ, എന്താണ് അവർ സംസാരിച്ചതെന്ന് നമുക്കറിയില്ല. എന്തായാലും രാഷ്ട്രീയ കൗതുകം നിറഞ്ഞ ഒരു കൂടിക്കാഴ്ച ആയതുകൊണ്ട് അൻവർ കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ച് കാണും എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം അൻവർ പഴയ കാലത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽപ്പില്ല. കാരണം മുന്നണി രാഷ്ട്രീയം ശക്തമായ ഒരു പരീക്ഷണശാലിയായ കേരളത്തില് ഒരു പുതിയ പാർട്ടി രൂപം കൊണ്ട്, അതും ഒരു വ്യക്തിയുടെ കീഴിൽ മാത്രം രൂപം കൊള്ളുന്ന ഒരു പാർട്ടിക്കൊന്നും നിലനിൽപ്പുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ അദ്ദേഹം കോൺഗ്രസിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെതായ ഒരു തീരുമാനമായിരിക്കും. പക്ഷെ അത് വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസിന് അതൊരു വിഷയമല്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേരളത്തില് നല്ല കാലമാണ്. നേതാക്കൾക്കിടയിൽ ഭിന്നസ്വരമൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രവർത്തകര് വളരെ വാശിയോട് തന്നെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഒരു യജ്ഞത്തിലാണ്. അതിന്റെ ഫലമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പുകളിലെ 3 പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ച കഥ. അപ്പൊ അതുകൊണ്ട് അൻവർ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഗുണം ചെയ്യുമായിരിക്കും. കോൺഗ്രസിന് അതിന്റെ ഗുണം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിലമ്പൂർ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ വിചാരവും ഒക്കെ അനുസരിച്ചിരിക്കും. എന്തായാലും ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളുടെ 9 അസംബ്ലി മണ്ഡലങ്ങളിലാണ് ശരിക്ക് വോട്ടെടുപ്പ് ഉണ്ടായത്. അതായത് വയനാട്ടിലെ 7 അസംബ്ലി മണ്ഡലങ്ങള്, വയനാട് ലോക്സഭാ മണ്ഡലത്തില്, അതുപോലെ ചേലക്കര, പാലക്കാട്, ഇതിലെല്ലായിടത്തും ചേലക്കര ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കോൺഗ്രസിന് വൻ മുന്നേറ്റമാണ്. ചേലക്കരയിലാണെങ്കിൽ CPM-ന്റെ 27,000 വോട്ട് കുറയ്ക്കാനും സാധിച്ചു. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ UDF ആണ് അധികാരത്തിൽ വരിക എന്ന തോന്നൽ ഉണ്ടായാൽ മാർക്സിസ്റ്റ് വിരുദ്ധത ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള അൻവറില് മടങ്ങാൻ പറ്റാവുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആയിരിക്കും. കാരണം മുസ്ലിം ലീഗ് അൻവറിന്റെ കാര്യത്തിൽ കൃത്യമായ തീരുമാനം മുൻപ് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൽ ചേരാൻ വലിയ താല്പര്യം ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ നിന്നും താല്പര്യമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലായിട്ടുള്ളത്. അപ്പൊ കോൺഗ്രസിലേക്കാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഒരു വൈഷമ്യം ഉണ്ടാവില്ല. കാരണം പഴയ സഹപ്രവർത്തകരൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. DD സതീശൻ 150 കോടി കടത്തിയെന്നും അതുപോലെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചർച്ചയാകുമെന്ന് ചോദിച്ചാൽ ചർച്ചയാകും, അത് സംശയമില്ല. പക്ഷെ രാഷ്ട്രീയത്തില് ഭൂതകാലം ചെകഞ്ഞാരും പോകാറില്ല. ഭൂതകാലത്ത് നടന്ന സംഭവങ്ങൾ വർത്തമാനകാലത്ത് വിസ്മരിക്കലാണ് പതിവ്. പിന്നെ ഭാവിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ ചില ഭൂതകാലമൊക്കെ ചെകഞ്ഞു വരും, അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിനൊക്കെ ഒരു സമയപരിമിതിയുണ്ട്. ആ സമയപരിമിതിയിൽ അതെല്ലാം അസ്തമിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിനും UDF-നും കേരളത്തിലെ അടുത്ത ഭരണം കിട്ടുമെന്ന് തോന്നിയാൽ അത് ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് ഇതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു താല്പര്യം കാണും. അത് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ PV അൻവറിന്റെ കാര്യത്തില് KPCCയുടെ നിലപാട് നിർണായകമായിരിക്കും. പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് നിർണായകമായിരിക്കും. അതാണല്ലോ ഇതിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയ വിമർശനം നേരിട്ട ആൾ ആണ് VD സതീശൻ. താങ്കൾ തന്നെ സൂചിപ്പിച്ച ആരോപണം, കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നറിൽ പണം എത്തിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആൾ ആണ്. ഇപ്പോൾ കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം അല്ലെങ്കിൽ പ്രബല ശക്തിയായി VD സതീശൻ നിലനിൽക്കുന്നുമുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് VD സതീശന്റെ ഈ ഒരു ഏകാധിപത്യ മനോഭാവം എന്ന നിലയിൽ കോൺഗ്രസിനകത്ത് ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ VD സതീശനുള്ള സ്വാധീനം സംസ്ഥാന നേതൃത്വത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒക്കെ ഏറ്റവും നിർണായകമാണ്. അപ്പോൾ ആ എതിർപ്പുകളെ മറികടക്കുക, പാർട്ടിയിൽ കൃത്യമായ ഒരു ഐക്യത്തിലേക്ക് എത്തുക, അങ്ങനെ PV അൻവറെ ഉൾക്കൊള്ളുക, അത് എളുപ്പമാണ് എന്ന് തോന്നുന്നുണ്ടോ?
അല്ലെങ്കിൽ വി സതീശന്റെ ഏകാധിപത്യ മനോഭാവമൊന്നുമില്ല. അതായത് കേരളത്തിലെ നമ്മുടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും തുല്യ സ്ഥാനമുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ളതാണ്. കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ KPCC അങ്ങനെ അത് വർഷങ്ങളായിട്ടുള്ളതാണത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു മേന്മ സതീശന് ലഭിക്കും. പക്ഷെ സതീശൻ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സതീശന് ഇപ്പോൾ ഗുണം എന്താ വെച്ചാൽ അദ്ദേഹം നേതൃത്വം വഹിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം വൻ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ സതീശൻ TV അൻവർ വരണ്ട എന്ന് പറയില്ല. കാരണം കോൺഗ്രസിലേക്ക് ഒരാൾ വരണ്ട എന്ന് പറയാൻ ഒരാൾക്ക് പോലും സാധ്യമല്ല. അത് മല്ലികാർജുൻ ഖാർഗെക്ക് പോലും സാധ്യമല്ല. പക്ഷെ ആ വരുന്ന ആള് ഏത് രീതിയിൽ വരുന്നു, എങ്ങനെ പ്രതികരിച്ചു വരുന്നു എന്നുള്ളതാണ് കാര്യം. അതിലിപ്പോ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാനുള്ളത് BJPയിൽ നിന്നുള്ള ശ്രീ സന്ദീപ് വാര്യരുടെ വരവാണ്. സന്ദീപ് വാര്യർ വന്നപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്താണ്, ഞാൻ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്നു. 2, ഞാൻ സ്നേഹക്കട എന്ന കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യത്തിനൊപ്പം നിൽക്കുന്നു. 3, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ അഭിപ്രായം പൊള്ളയാണെന്ന് ഞാൻ പറയുന്നു. ഈ 3 കാര്യങ്ങൾ അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് വന്നു. അതുപോലെ നാളെ ശ്രീ PV അൻവറിന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ KPCC പ്രസിഡന്റിനെ, പ്രതിപക്ഷ നേതാവിനെ, അതുപോലുള്ള മറ്റു നേതാക്കളെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ കോൺഗ്രസിലേക്ക് വരുന്നു. രാഷ്ട്രീയത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിൽ പലതും പറയും, അതൊക്കെ തെറ്റാണെന്ന് പിന്നീട് ബോധ്യം വന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു അറിയാമല്ലോ, ആ ഒരു അനുനയന സമീപനമൊക്കെ നേതാക്കൾ കാണിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ കോൺഗ്രസിലേക്ക് വരാം. അതല്ല പണ്ട് പറഞ്ഞതിലൊക്കെ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ രീതിയിലാണെങ്കിൽ കോൺഗ്രസ് പ്രവേശം അദ്ദേഹത്തിന് അസാധ്യമായിരിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ N. ശ്രീകുമാർ പ്രതികരിച്ചതിന്. മിഥുൻ ഈ സൂചിപ്പിക്കുന്ന പോലെ അദ്ദേഹം നമുക്കറിയാം ഈ ശ്രീകുമാറിനെ പോലെയുള്ളവരും കോൺഗ്രസിന്റെ രാഷ്ട്രീയം നോക്കിക്കാണുന്നതാണ്. കാലത്തിനനുസരിച്ച് പൊളിറ്റിക്സ് മാറുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങനെയാണ്. ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം പരിശോധിച്ചാൽ നിലവിലെ വർത്തമാനകാല സാഹചര്യം എന്ത്, അത് മാത്രം നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ദീർഘകാല അടിസ്ഥാനത്തിലൊന്നും വലിയ പദ്ധതികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാക്കുന്നില്ല. കാരണം അതിനനുസരിച്ച് എതിരാളികളുടെ പാളയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നതാണ്. ഇപ്പോൾ ഈ ശ്രീകുമാർ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് വലിയ ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് അവർ കരുതുന്നു. അത് ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലമടക്കം ചേലക്കരയിൽ പരാജയപ്പെട്ടുവെങ്കിൽ പോലും വോട്ട് നിലയിലുണ്ടായ മാറ്റം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയക്കുതിപ്പ്, ഇതെല്ലാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം ഉറപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അവിടേക്കാണ് അൻവറിനെ പോലെ ഒരാൾ എത്തുന്നത്. അൻവർ പക്ഷേ അനിവാര്യ ഘടകമൊന്നുമല്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരിക അൻവറിനായിരിക്കുമോ? അഭിലാഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം അൻവറിനെ സംബന്ധിച്ച് ഒറ്റയ്ക്കൊരു പാർട്ടി നടത്തി ഈ ഒരു മുന്നണി സംവിധാനങ്ങളിലേക്ക് കയറി കൂടുക, അതുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. LDFിലേക്ക് എന്ന് പറയുന്നത് അവിടുന്ന് തെറ്റിപ്പിരിച്ച് പുറത്തു വന്നതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കയറി കൂടിയാൽ മാത്രമേ അൻവറിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള ഒരു രാഷ്ട്രീയ ഭാവി നോക്കുമ്പോൾ അൻവറിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ UDFിലേക്ക് കയറുക എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാകുകയും ചെയ്ത് അദ്ദേഹം LDFുമായി CPIയുമായി ഉടക്കി പിരിഞ്ഞു വന്നും വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും UDFിനെ സംബന്ധിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മിതമായ രീതിയിലായിരുന്നു അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റ് മുൻകാലങ്ങളിൽ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ, വിമർശനങ്ങൾ അതൊക്കെ അദ്ദേഹം ഒതുക്കി വെക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായതാണ് അദ്ദേഹം UDFിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സൂചന അന്ന് തന്നെ നൽകുകയും ചെയ്തിരുന്നു. പിന്നീടാണ് DMK-യിലേക്ക് പോകാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. UDFുമായി നടത്തിയ ചർച്ചയിൽ പരാജയപ്പെട്ടതോടുകൂടി DMK-യിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ DMK കൈയൊഴിയുന്നു. തുടർന്ന് സമീപ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില അഭ്യൂഹങ്ങൾ, തൃണമൂൽ കോൺഗ്രസിലേക്ക് PV അൻവർ പോകുന്നു, മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, ടെറിക് ഒബ്രിയാൻ അടക്കമുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്താൻ പോകുന്നു എന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു വ്യക്തത വന്നില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴാണ് കോൺഗ്രസിലേക്ക് തന്നെ 2 പതിറ്റാണ്ടിന് ശേഷം തിരികെ മടങ്ങിപ്പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അൻവറിനെ കൊണ്ടെത്തിച്ചിരിക്കുന്ന കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പിന്തുണ തനിക്ക് അത്യാവശ്യമാണ്. അത് മുൻകാലങ്ങളിൽ താൻ വർക്ക് ചെയ്തിട്ടുള്ള സഹപ്രവർത്തകരുള്ള അതേ പാർട്ടിയിൽ നിന്നാവുമ്പോൾ കുറച്ചുകൂടി അനുകൂലമായി കാര്യങ്ങൾ മാറും. അതൊരു അനുകൂല ഘടകമായി PV അൻവറിനെ സംബന്ധിച്ച് മാറുമെന്നൊരു വിലയിരുത്തൽ അൻവറിനുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് നിലമ്പൂർ സീറ്റ് തന്നെയാണ്. ഈ നിലമ്പൂർ സീറ്റ് PV അൻവർ നൽകുമോ കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ ആ സീറ്റിന് പിടിച്ചടക്കുന്നതിന് വേണ്ടി രണ്ടുപേർ കോൺഗ്രസിലും തന്നെ രംഗത്തുണ്ട്. VS ജോയും ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ള നേതാക്കളും തൊട്ടു പുറകിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരെ മറികടന്നുകൊണ്ട് PV അൻവറിന് സീറ്റ് നൽകാൻ, നിലമ്പൂർ സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമോ, അല്ലെങ്കിൽ അതിനു പകരം മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഫോർമുല അൻവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടതായിട്ടുള്ളത്. എന്തായാലും നിലവിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് KC വേണുഗോപാലുമായി. അതിന് ചുക്കാൻ പിടിച്ചത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഏത് രീതിയിലായിരിക്കും അൻവറിനെ അനുനയിപ്പിക്കാൻ, അല്ലെങ്കിൽ അൻവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ അവരൊരു അനുഭാവപൂർണമായിട്ടുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചതെന്നാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ അൻവറിനെ സംബന്ധിച്ചൊരു സേഫ് സോൺ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് കോൺഗ്രസ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള സജീവമായ ഇടപെടൽ തന്നെയാണ് രമേശ് ചെന്നിത്തല ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ PV അൻവർ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും KPCC അധ്യക്ഷൻ K സുധാകരനുമായും ഒക്കെ ചർച്ചകൾ, കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്നാൽ VT ബൽറാമിനെ പോലെയുള്ള നേതാക്കൾ PV അൻവർ വരുന്നതിനെ നല്ലതാണ് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നേരത്തെ നടത്തുകയും ചെയ്തതാണ്. ഇവിടെ രമേശ്